ഹലോ നമസ്കാരം എല്ലാ കുട്ടികൾക്കും ലിജാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലെ സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു അല്ലേ. അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിനെ കുറിച്ചൊക്കെയുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള സംവിധാനം എന്നുള്ള ചാപ്റ്ററും. അപ്പോൾ അത് മുന്നത്തെ ചാപ്റ്റർ കേട്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും കുറച്ചും കൂടെ എളുപ്പമുള്ളതായിരിക്കും ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമ്മളിതിനെ ലൈൻ ബൈ ലൈനായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്, അല്ലാണ്ട് നമ്മൾ ഷോർട്ടായിട്ട് അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ക്ലാസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വീഡിയോ ഫോമാറ്റിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അതിനകത്ത് നമ്മുടെ എന്താ പറയുക QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. ഒരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പം നമുക്ക് പഠിക്കാനായിട്ടുള്ള അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കാണാം കേട്ടോ. താല്പര്യമുള്ളവർ നല്ല തീർച്ചയായിട്ടും ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ എന്താണ് ഈ ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട്, സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്നതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ ആണ് എന്ന് നമുക്ക് നമ്മുടെ ടൈറ്റിലിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഇൻട്രൊഡക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 10 ഭാഗമുള്ള ഒരു ടെലിവിഷൻ മിനി സീരീസാണ്. അതിനകത്ത് കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് വന്നതിലേക്ക് നയിച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയുക അല്ലെങ്കിൽ ആ ഒരു ജേർണി, ആ ഒരു യാത്രയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു മിനി സീരീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡാണ് നമുക്ക് ഈ പഠിക്കാനുള്ളത് കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും ഒരുപാട് ഡിസ്കഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക ബിൽഡ് ചെയ്ത് എടുത്തതിന് പുറകിലുള്ള ഒരുപാട് ഇൻസിഡൻസിനെ കുറിച്ച് അതിനൊക്കെയും കറക്റ്റായിട്ട് അതിനകത്ത് വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഒരുപാട് ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ സ്പീച്ചൊക്കെ അവിടെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. എപ്പിസോഡ് 1 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാബിനറ്റ് മിഷൻ ടു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എക്സ്ട്രാക്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് പഠിക്കണം. അതേപോലെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം, നെഹ്റുവിൻ്റെ സ്പീച്ച് പഠിച്ചതല്ലേ നമ്മൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് അറിയാവുന്നതാണ് എന്തൊക്കെയായിരുന്നു, അതായത് ആ ഒരു എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നെഹ്റു എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു അല്ലോ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാവും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ സിമ്പിൾ ഓഫ് അവർ നേഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു സിമ്പിളാണ് അല്ലേ. The Indian subcontinent, with its many languages, religions, cultures and races, cannot be fixed into a narrow definition of a nation. വെറും ഒരു നേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിനെ ഒതുക്കി നിർത്താൻ പറ്റില്ല. കാരണം അതിനകത്ത് ഒരുപാട് ഭാഷകളുണ്ട്, മതങ്ങളുണ്ട്, സംസ്കാരങ്ങളൊക്കെ ഉള്ളതാണ് അല്ലേ. ഇറ്റ് നീഡ്സ് ടു ബ്രേക്ക് ഓൾ നോംസ് യുണൈറ്റഡ്ലി മൂവ് ഫോർവേഡ്. പഴയ ചിന്താഗതികളും മോഡലുകളും ഒക്കെ മാറ്റിയിട്ട് മുന്നോട്ട് ഒറ്റക്കെട്ടോട് കൂടിയിട്ട് ഫോർവേഡ് ആയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇറ്റ് ക്യാനോട്ട് ഡൂ സോ ഫോളോയിങ് ആൻഷ്യൻ റൂൾസ്. അതൊരിക്കലും നമുക്ക് പഴയ പ്രാചീനമായിട്ടുള്ള നിയമസംഹിതകളിലൊന്നും കെട്ടിപ്പടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം എന്താ പറയുക പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോ അവർ ഫോർബെയറേഴ്സ് വർ നോട്ട് ക്രിയേറ്റിംഗ് എ ബുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുന്നേ വന്നിട്ടുള്ള ആളുകൾ അവരാരും എന്തല്ല ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ദേ വർ വിഷ്വലൈസിങ് ആൻഡ് റീക്രിയേറ്റിംഗ് എ ന്യൂ നേഷൻ, എ ന്യൂ സൊസൈറ്റി ഓഫ് സച്ച് എ ഗ്രേറ്റ് സിവിലൈസേഷൻ ദാറ്റ് വാസ് നെവർ സീൻ ബിഫോർ ഇൻ ദിസ് വേൾഡ്. അവർ തീർച്ചയായിട്ടും അവിടെ എന്താ ചെയ്തിട്ടുള്ളത്? പുതിയൊരു രാജ്യം തന്നെ സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ പുനഃസൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഈ ഒരു ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വളരെ നല്ലൊരു നാഗരികതയും അതുപോലത്തെ എന്താ പറയുക സമൂഹവും ഒക്കെയുള്ള ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്തൊരു തരത്തിലുള്ളൊരു രാജ്യത്തിനെ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Although it was in December 1946 that the constitution formally started to take shape, it had actually begun much earlier. ശരിക്കും 1946 കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ക്ലാസ്സുകളിൽ. അപ്പോൾ ആ ഒരു സംഭവം നിൽക്കെ തന്നെ അതിൻ്റെയൊക്കെ ഒരുപാട് മുന്നേ തന്നെ ആക്ച്വലി ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ റെവല്യൂഷണറീസ് ഓഫ് ദ 1857 വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഹാഡ് അറ്റംപ്റ്റഡ് ടു റൈറ്റ് ഡൗൺ ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. 1857 വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് തന്നെ ആ സമയത്തെ റെവല്യൂഷണറീസ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ട് എന്നൊരു ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നു. ദ റിവോൾട്ട് വാസ് ക്രഷ്ഡ്, ബട്ട് ദ ഡ്രീം ടു മേക്ക് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ഫ്രീ നേഷൻ വാസ് നെയ്തർ ക്രഷ്ഡ് ഓർ നോർ ലോസ്റ്റ്. അപ്പോൾ ആ ഒരു
എന്താ പറയുക റെബല്യനും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചമർത്തപ്പെട്ടു. പക്ഷെ ആ ഒരു ആഗ്രഹം സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്നുള്ള ആഗ്രഹം ആർക്കും അടിച്ചമർത്താനായിട്ട് സാധിച്ചില്ല. ആസ് എ ഫ്രീഡം മൂവ്മെന്റ് അണ്ടർ മഹാത്മാഗാന്ധി ഗാദർഡ് ഫോഴ്സ്, ദ ഡിമാൻഡ് ഫോർ അവർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കേം മോർ വോക്കൽ. അങ്ങനെ മഹാത്മാഗാന്ധി വരുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്രീഡം മൂവ്മെൻറ്റുകൾ വരുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന എന്നാൽ കുറച്ച് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് തോന്നിക്കാവുന്ന ആ ഒരു സ്വന്തമായിട്ട് ഭരണഘടന വേണമെന്നുള്ള ആവശ്യം എന്ത് ചെയ്യാണ്, വീണ്ടും ഉയർന്നു വരികയാണ് ചെയ്തത്. കോൺഗ്രസ് leader and exemplary lawyer Pandit Motilal Nehru in 1928 prepared a report that came to be known as the Nehru Report or Swaraj Samvidhan. അത് ഓർത്ത് വെക്കുന്ന ടേം നെഹ്റു റിപ്പോർട്ട് എന്നാണ്. സ്വരാജ് സംവിധാനം ആര് കൊണ്ടുവന്നാണ്? ആ 1928 കോൺഗ്രസ് ലീഡറും അതേപോലെ തന്നെ ലോയറും ഒക്കെ ആയിട്ടുള്ള പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു അല്ലേ. പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റിപ്പോർട്ട് ദാറ്റ് കെയിം ടു ബി നോൺ ആസ് നെഹ്റു റിപ്പോർട്ട് ഓഫ് സ്വരാജ് സംവിധാനം. അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടിനെയാണ് നെഹ്റു റിപ്പോർട്ട് അല്ലെങ്കിൽ സ്വരാജ് സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോത്തിലാൽ നെഹ്റുവിൻ്റെ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ സൺ ജവഹർലാൽ നെഹ്റു, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സണ്ണാണ് ആര്, ജവഹർലാൽ നെഹ്റു. became a leader of the Congress. The young leader clearly articulated the dream of India's constitution. Real independence will come when we will choose our constituent assembly from the elected members, where we will think, decide our laws and make our constitution. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിനെ ആ ഒരു ഡ്രീമിൽ നിന്നും അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്തായിരുന്നു, ആ ഒരു ഡ്രീം എങ്ങനെയാണ് അദ്ദേഹം ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? തീർച്ചയായിട്ടും ഇന്ത്യയിലെ തന്നെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മെമ്പേഴ്സ് ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടുന്ന സ്വന്തം രാജ്യത്തിന് വേണ്ടുന്ന നിയമങ്ങൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് തയ്യാറാക്കേണ്ടുന്ന ഒന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഐഡിയയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. ഡ്യൂ ടു പെർസിസ്റ്റന്റ് ഡിമാൻഡ്, ദ ബ്രിട്ടീഷ് എനാക്റ്റഡ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇൻ 1935. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ പറയുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മുടെ എന്താ പറയുക ഭരണഘടനയ്ക്കും ഒക്കെ ഒരുപാട് എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ബ്രിട്ടീഷുകാരുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് 1935 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് കൊണ്ടുവരേണ്ടായിട്ടുണ്ട്. ദിസ് ആക്ട് വാസ് നോട്ട് ഓൺലി വോഫുള്ളി ഷോർട്ട് ഓഫ് ഇന്ത്യൻ ഡിമാൻഡ് for self-rule, but it also increased the tensions between the Congress and the Muslim League. സംഭവം അത് ആ ഒരു സെൽഫ് റൂളിന് ഒരു എന്താ പറയുക സ്വയം ഭരണത്തിന് അല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ നയിക്കുന്ന പ്രധാനപ്പെട്ട നാഴികക്കല്ലാണെങ്കിൽ പോലും അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കുകയാണ്, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വലിയൊരു എന്താ പറയുക ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഒരു സുഖമില്ലാത്ത സിറ്റുവേഷൻ അവിടെ വരാനുള്ള സാഹചര്യം കൂടെ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ലേറ്റർ ഡ്യൂറിംഗ് വേൾഡ് വാർ സെക്കൻഡ് ഇൻ 1945, ഡോക്ടർ തേജ് ബഹദൂർ സാപ്രോ consulted all parties to prepare the framework for a draft constitution. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ ഫ്രെയിംവർക്കാണ് ആവശ്യം എന്നുള്ള ഡിസ്കഷൻ വരുന്നത് ആ ഒരു എന്താ പറയുക വേൾഡ് വാർ സെക്കൻഡിന് അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ 1945 കാലഘട്ടങ്ങളിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിത്ത് ദ ലോസസ് ഓഫ് വേൾഡ് വാർ 2 and the shock of Azad Hind Fauj and quitting their movement, the British lost all hopes of ruling India forever. അപ്പോൾ ഇന്ത്യ എല്ലാ കാലവും ഭരിക്കാമെന്നുള്ള ബ്രിട്ടീഷുകാരുടെ എല്ലാ ഐഡിയകളും വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധത്തോട് കൂടിയിട്ട് ഏകദേശം തീരുമാനമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ വൺ ദ വാർ ബട്ട് ലോസ്റ്റ് ദ ഇലക്ഷൻ. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, യുദ്ധത്തിലൊക്കെ അദ്ദേഹം ജയിച്ചു, പക്ഷേ ഇലക്ഷനിൽ അദ്ദേഹം തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദ ന്യൂ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് ആറ്റ്ലി സെഡ് ദാറ്റ് ദ വർക്ക് ഓഫ് മേക്കിംഗ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ ആൻഡ് അക്കോമഡേറ്റിംഗ് ഡിമാൻഡ്സ് ഓഫ് ദി മുസ്ലിം ലീഗ് വുഡ് ബിഗിൻ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ആ സമയത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലി എന്ത് പറയുകയാണ്, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക, ഇന്ത്യക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക, അതേപോലെ തന്നെ എന്താ പറയുക മുസ്ലിം ലീഗുകാരുടെ ഒരു ഡിമാൻഡുകളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സ് എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബിഗിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം എ ഗ്രൂപ്പ് ഓഫ് 3 cabinet ministers of the British government arrived in India to facilitate the transfer of power and decide on India's future governance. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക കേട്ടോ, കാരണം ഇതാണ് ദിസ് വാസ് കോൾഡ് ദ ക്യാബിനറ്റ് മിഷൻ ഓഫ് 1946.
1946 ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആണ് കേട്ടോ. ഫോർ ദ ഫസ്റ്റ് ടൈം എ ഗ്രൂപ്പ് ഓഫ് 3 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും 3 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇന്ത്യയിലോട്ട് വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഇവർക്ക് മീൻസ് നമുക്ക് കിട്ടാം ആ ഒരു ഫ്രീഡം കൊടുക്കണം, അവർക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും അവിടുത്തെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അയച്ചിട്ടുള്ള 3 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇവിടേക്ക് വരേണ്ടായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അവരെയാണ് ഈ ക്യാബിനറ്റ് മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ദ ഷിംല സിറ്റിംഗ് വർ ഹെൽഡ് ഇൻ ദ വൈസ്രേഗൽ ലോഡ്ജ് വർ ലീഡിംഗ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ഹാഡ് അസംബിൾഡ്. ഒരുപാട് മെയിനായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിഗേഴ്സൊക്കെ വരുന്നുണ്ട്. ദ കോൺഗ്രസ് സെൻഡ് ഇറ്റ്സ് പ്രസിഡന്റ് മൗലാന ആസാദ് അലോങ് വിത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ഖാൻ അബ്ദുൾ ജാഫർ ഖാൻ. അപ്പോൾ മെയിനായിട്ടും ഈ പറയുന്ന അന്നത്തെ ഫേമസ് പേഴ്സണാലിറ്റീസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് അയച്ചിട്ടുണ്ടായിരുന്നു. ദ മുസ്ലിം ലീഗ് ഫീൽഡഡ് ജിന്ന അലോങ് വിത്ത് ലിയാഖത്ത് അലി ഖാൻ, സർദാർ നിസ്താർ ആൻഡ് നവാബ് ഇസ്മായിൽ ഖാൻ. അതേപോലെ മുസ്ലിം ലീഗ് അവർക്ക് വേണ്ടുന്ന അവരുടെ മെയിനായിട്ടുള്ള ആളുകളെയും അയച്ചിട്ടുണ്ടായിരുന്നു. ദ വർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി സിഖ്സ്, പാർസീസ്, ക്രിസ്ത്യൻസ് ആൻഡ് ദളിത്സ്. അപ്പോൾ അവിടെ എന്താണ് ഓരോ വിഭാഗക്കാരുടെ സിഖുകാരുടെയും പാർസികളുടെയും ക്രിസ്ത്യൻസിൻ്റെയും ദളിതരുടെയും ഒക്കെ ആയിട്ടുള്ള എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഒരു കാര്യത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു മീറ്റിങ്ങിലേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഭോപ്പാൽസ് നവാബ് മുഹമ്മദ് ഹമീദുള്ള who in those days was the chancellor of the chamber of princes, represented the princely states of India. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവിടെ ഭോപ്പാലിലെ നവാബായിട്ടുള്ള മുഹമ്മദ് ഹമീദുള്ളയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ജിന്ന wanted to have separate constituent assemblies for Assam and Bengal in the east and the 4 Muslim majority provinces in the west. അപ്പോൾ ജിന്നയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറക്റ്റായിട്ട് ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചുകൊണ്ട് ഒരിക്കലും എല്ലാവരെയും കൂടെ ഒന്നിച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പറയുന്ന എന്താ പറയുക ആസാമിനാണെന്നുണ്ടെങ്കിലും ബംഗാളിനാണ്, അതായത് ഈസ്റ്റിലത്തെ നോക്കുകയാണെങ്കിൽ ആസാമിനും ബംഗാളിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അതേപോലെ തന്നെ മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസുകൾക്ക് വെസ്റ്റിലുള്ള മുസ്ലിം മെജോറിറ്റി ഏരിയകൾക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അല്ലാണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും കൂടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വെക്കാനായിട്ട് പറ്റില്ല എന്നാണ് ജിന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി കുഡ് ദെൻ ഹാവ് ദേഴ്സ്, ബാക്കിയുള്ളവർക്ക് അവരുടേതായ രീതിയിൽ. ദ നേറ്റീവ് സ്റ്റേറ്റ്സ് കുഡ് ഡിസൈഡ് ഹൂ ദേ വാണ്ടഡ് ടു ജോയിൻ ഓർ വെദർ ദേ വാണ്ടഡ് ടു റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്. അതേപോലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം, അവർക്ക് ഇതിൽ ഏത് ഭാഗവുമായിട്ട് ജോയിൻ ചെയ്യണം, ബംഗാളായിട്ടോ ആസാമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റി ഉള്ള ഏരിയകളായിട്ടോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇഷ്ടമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡിയ. ദി കോൺഗ്രസ് ഫ്ലാറ്റ്ലി റെഫ്യൂസ്ഡ് ദ ഐഡിയ ഓഫ് സെവറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കോൺഗ്രസ് അപ്പം തന്നെ അത് തിരസ്കരിച്ചു. അതായത് പല എന്താ പറയുക ഭരണഘടന ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ അത് എതിർത്തിട്ടുണ്ടായിരുന്നു. The British, well aware of their depleting military might, had no desire to douse the communal fire. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണൽ ഫയർ, ഒരു എന്താ പറയുക മതപരമായിട്ട് വർഗീയ ലഹള എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്കുള്ളൊരു തീ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർക്ക് എന്താ പറയുക, അവർക്ക് അവരുടെ മിലിറ്ററി അല്ല അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കയ്യിൽ നിന്ന് പോയി, ഇന്ത്യ ഇനി അവർക്ക് കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും പരിഹരിക്കണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എന്താ ആയിക്കോട്ടെ എന്നുള്ള രീതിക്കായിരുന്നു അവരും ഉണ്ടായിരുന്നത്. ദേ വാണ്ടഡ് ടു ടേൺ പവർ ഓവർ ടു എ ലൂസ് കോൺഫെഡറേഷൻ പ്രിഫറബിളി കൺട്രോൾഡ് ബൈ ദ ബ്രിട്ടീഷ്, നോട്ട് വിഷിംഗ് ടു റിട്ടേൺ empty handed. They began another round of talks and a month of effort resulted in the resolution of the 16th June 1946. അങ്ങനെ അവരെന്തായാലും വെറും കൈയോട് മടങ്ങണ്ട എന്നുള്ള തീരുമാനത്തിൽ 16th June 1946 കൂടിയിട്ടാണ് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ എന്നുള്ള രീതിക്ക് ഒരു കാര്യത്തിലേക്ക് അവരവിടെ എത്തുന്നത്. ആൻഡ് സോ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എഗ്രീഡ് അപ്പോൺ. എന്തായിരുന്ന റെസൊല്യൂഷൻ, പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. It was also agreed that despite Jinnah's suggestions, there was to be only one constituent assembly to decide the future of the Indian nation. അപ്പോൾ അത് മാത്രമല്ല, ഈ പറഞ്ഞ ജിന്നയുടെ അഭിപ്രായം അനുസരിച്ച് 2, 3, 4 കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നൊന്നും പറയുന്നൊന്നും നടക്കില്ല എന്ന് മാത്രമല്ല, കറക്റ്റായിട്ട് ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അതിന് ബാക്കിൽ പ്രവർത്തിച്ച ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അവരുണ്ടാക്കുന്ന ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷനും എന്നൊരു ഐഡിയയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. Cabinet mission went back after 2 months of parleys, and menacing clouds rose in the horizon. There was a significant escalation in Hindu-Muslim tensions. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു, ഹിന്ദു-മുസ്ലിം പ്രശ്നങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. On 16th August, armed gangs wreaked havoc on the streets of Calcutta. അങ്ങനെ ആയുധധാരികളായിട്ടുള്ള ആളുകൾ കൽക്കട്ട ഭാഗങ്ങളിലൊക്കെ വന്ന്
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കൗണ്ടർ വയലൻസ് ഫോളോഡ് ആൻഡ് ഫോർ 3 days റൈറ്റേഴ്സ് റൂൾഡ് ദ സിറ്റി. കലാപകാരികൾ ആ ഒരു സിറ്റിയെ തന്നെ അടക്കി ഭരിക്കുന്ന 3 ദിവസങ്ങൾ ഉണ്ടാകുന്നു. മർഡർ, വയലൻസ് ആൻഡ് ആർസൺ കണ്ടിന്യൂഡ് ഓൺ ദ സ്ട്രീറ്റ്. കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. മോർ ദാൻ 4000 പീപ്പിൾ വർ കിൽഡ് ഇൻ 3 days. 3 ദിവസം കൊണ്ട് 4000-ഓളം ആളുകളോട് കൊല്ലപ്പെടുകയാണ്. ദ വയലൻസ് സ്പ്രെഡ് ടു ബീഹാർ ആൻഡ് ബിയോണ്ട്. ബീഹാറിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കും ഒക്കെ ഈ ഒരു വയലൻസ് സ്പ്രെഡ് ആവുകയാണ്. ഈവൻ ബോംബെ വാസ് എഫക്റ്റഡ്. ബോംബെയിൽ പോലും ഇതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിച്ചു. ബട്ട് ദ സൈക്കിൾ ഓഫ് വയലൻസ് ഇൻ നഖോലി ഓഫ് ഈസ്റ്റ് ബംഗാൾ സ്റ്റണ്ട് എവരിവൺ. ഈസ്റ്റ് ബംഗാളിലാണ് അത് ഏറ്റവും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ലീവിങ് എവറിത്തിങ് ബിഹൈൻഡ്, ഗാന്ധിജി റഷ്ഡ് ടു നവഖാലി. അങ്ങനെ ഗാന്ധിജി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് ഈസ്റ്റ് ബംഗാളിലോട്ട് പോവുകയാണ്. അവിടെ ഭയങ്കര പ്രശ്നം നടക്കണം. അതുകൊണ്ട് വൈസ്രോയി വേവൽ പ്രഭു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൺലി എ ഗവൺമെൻറ് മെയ്ഡ് ഓഫ് ഇന്ത്യൻസ് കുഡ് പ്രിവെൻറ്റ് എ സിവിൽ വാർ ലൈക്ക് സിറ്റുവേഷൻ. അപ്പോൾ ഇത്തരത്തിൽ സിവിൽ വാർ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആളുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് നിലവിൽ വന്നാൽ മാത്രമേയാണ് ഈ ഒരു സിവിൽ വാർ പോലത്തെ സിറ്റുവേഷനെ തടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് വേവൽ പ്രഭു പറയുകയാണ്. സോ പണ്ഡിറ്റ് നെഹ്റു അക്സെപ്റ്റഡ് ദ പൊസിഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ആൻഡ് സർദാർ പട്ടേൽ ദ ഹോം മിനിസ്റ്റർ ഇൻ ദ ഇന്ററിം ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, നെഹ്റു എന്ത് ചെയ്യുന്നു, വൈസ് പ്രസിഡൻ്റായിട്ടും അതേപോലെ തന്നെ സർദാർ പട്ടേൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹോം മിനിസ്റ്ററായിട്ടും അവരിടക്കാല ഗവൺമെൻറ്റിൽ കയറുകയാണ് ചെയ്യുന്നത്. അറ്റ് ഫസ്റ്റ് ജിന്ന റിഡിക്യൂൾഡ് ദ ന്യൂ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിനെ ജിന്ന ഭയങ്കര കളിയാക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഓൺ 15th October ഹി അലൗഡ് ലിയാഖത്ത് അലി ഖാൻ ടു ബിക്കം ദ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, ലിയാഖത്ത് അലി ഖാൻ എന്ത് ചെയ്യാണ്, ഫിനാൻസ് മിനിസ്റ്ററായിട്ട് കയറുന്നുണ്ട്. ജിന്ന കെപ്റ്റ് ഹിംസെൽഫ് ഔട്ട് ആസ് ഹി ഡിഡ് നോട്ട് വിഷ് ടു പ്ലേ സെക്കൻഡ് ഫിഡൽ ടു നെഹ്റു. അപ്പോൾ അതോട് കൂടിയിട്ട് ജിന്ന എന്ത് വിചാരിക്കുക, ഇല്ല ഇനിയിപ്പോൾ ഇനി വീണ്ടും ഒരു പ്രശ്നത്തിന് നെഹ്റുവിൻ്റെ അടുത്തേക്ക് നിൽക്കുന്നില്ല എന്നൊരു പ്ലാനിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഗാന്ധിജി ഹാഡ് ഓൾറെഡി വാൺഡ് വൈസ്രോയി വേവൽ ഓഫ് ദ ഡേഞ്ചർ. ഗാന്ധിജി ഓൾറെഡി വേവൽ പ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻ മെനി മീറ്റിംഗ്സ് ഫെയിൽ ടു പ്രൊഡ്യൂസ് എനി റിസൾട്ട് നെഹ്റു ഗാവ് ദ ബ്രിട്ടീഷ് ആൻ അൾട്ടിമേറ്റം ഇൻ ദെയർ ഓൺ ലെയർ. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടും കാര്യമായിട്ട് റിസൾട്ടൊന്നും ഉണ്ടാവില്ല എന്ന് കാണുമ്പോൾ നെഹ്റു എന്ത് ചെയ്യണം, അന്ത്യശാസനം കൊടുക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക്. അഫ്രൈഡ് ഓഫ് മാസ് ആക്ഷൻ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹേസ്റ്റിലി എഗ്രീഡ്. അപ്പം എന്ത് ചെയ്യണം, ആ ഒരു എന്താ പറയുക, അവർക്ക് മനസ്സിലായി മൊത്തത്തിലെല്ലാം അവർക്കെതിരാണെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുന്നു. പിന്നീട് മാസ് ആക്ഷൻ സംഭവിക്കുമെന്ന് മനസ്സിലായതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഒരു തീരുമാനത്തിലേക്ക് എടുക്കുകയാണ്. വിത്തിൻ 3 days ഓഫ് നെഹ്റൂസ് റിട്ടേൺ ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് കൺവീൻഡ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം തന്നെ എന്ത് സംഭവിക്കുകയാണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന സംഭവം അവിടെ ഫോം ചെയ്യുകയാണ്. ഓൺ ഹിസ്റ്ററി ഡേ ഓഫ് 9th December 1946 ആ ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ഈച്ച് റീജിയൻ സെൻഡ് ഇലക്ടഡ് മെമ്പേഴ്സ് ഫ്രോം ദെയർ പ്രൊവിൻഷ്യൽ അസംബ്ലീസ്. ഓരോ മേഖലകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് അതിലെ ഭാഗങ്ങളാണ്. ദ മുസ്ലിം ലീഗ് ഹാഡ് ഡിസൈഡഡ് ടു ബോയ്ക്കോട്ട് ഇറ്റ് കംപ്ലീറ്റ്ലി. അന്ന് തന്നെ എന്ത് ചെയ്യുകയാണ്, മുസ്ലിം ലീഗ് ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ്, അവർക്ക് താല്പര്യമില്ലാന്നുണ്ട് അവർ മാറി നിൽക്കുകയാണ്. മഹാത്മാഗാന്ധി ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ആൻഡ് മെനി മെമ്പേഴ്സ് ഓഫ് ദി അസംബ്ലി വെന്റ് ടു ഹിം ടു സീക്ക് ഹിസ് ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ്. മഹാത്മാഗാന്ധി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർക്ക് അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. മെമ്പേഴ്സൊക്കെ അദ്ദേഹത്തിന് കണ്ട് ഗൈഡൻസും അതേപോലെ തന്നെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചോസ് ദ സീനിയർ മോസ്റ്റ് മെമ്പർ ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ ആസ് ദ ഇന്ററിം പ്രസിഡന്റ്. അപ്പോൾ ആ സമയത്ത് ഇടക്കാല പ്രസിഡന്റായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹയാണ് എന്താ പറയുക അധികാരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അണ്ടർ ഹിസ് വാച്ച് ദ മെമ്പേഴ്സ് ടുക്ക് ഓത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്തില്ല ബാക്കിയുള്ള സത്യപ്രതിജ്ഞ എത്തുന്നുണ്ടായിരുന്നത്. ദെൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് എലക്റ്റഡ് ആസ് എ പെർമനന്റ് പ്രസിഡന്റ്. അപ്പോൾ ആരാണ് താൽക്കാലിക പ്രസിഡന്റ് അല്ലെങ്കിൽ ഇടക്കാല പ്രസിഡന്റ് ആരായിരുന്നു, സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതേപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് സ്ഥിരം പ്രസിഡന്റായിട്ടും മാറിയിട്ടുണ്ടായിരുന്നു, ചുമതല ഏറ്റിട്ടുണ്ടായിരുന്നു. ഓൺ എ ഹിസ്റ്റോറിക് ഡേ ഓഫ് 13th December പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് ബിഫോർ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡോക്യുമെന്റ് ദറ്റ് വാസ് ടു ലേ ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്റർ അല്ലേ, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കറക്റ്റായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മുമ്പാകെ ഒരു ഡോക്യുമെൻ്റ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടേഷനെ കുറിച്ചാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡേറ്റ് എന്തായിരുന്നു, 13th December ആണ് കേട്ടോ. ദിസ് വാസ് ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. അതിലെന്തായിരുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അതിലെന്തായിരുന്നു ഒരു എന്തൊക്കെയാണ് നമ്മളെ ഈ ഒരു എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്ന എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആയിരുന്നു അല്ലേ. ഫ്രം ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, യൂണിറ്റി ആൻഡ് സൊവേറിനിറ്റി ടു ഈക്വാലിറ്റി ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ഇൻ ന്യൂ ഇന്ത്യ പണ്ഡിറ്റ് നെഹ്റുസ് പ്രപ്പോസൽ കവേർഡ് മെനി സബ്ജക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, യൂണിറ്റി ഉണ്ട്, സൊവേറിനിറ്റി ഉണ്ട്, ഈക്വാലിറ്റി ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ആഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ സംഭവം പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The objectives resolution was adopted on 22nd January 1947.
അത് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജനുവരി 22-നായിരുന്നു 1947. സെറ്റിംഗ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദോ fought with challenges paved the way for the monumental task ahead, the drafting of the constitution. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യം. ദ എപ്പിസോഡ് ക്യാപ്ചേഴ്സ് ദ ചാർജ് അറ്റ്മോസ്ഫിയർ ഓഫ് ദി. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ പഠിക്കുന്ന എപ്പിസോഡിൽ ആ ഒരു സമയത്ത് ചാർജ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. വിത്ത് ഡ്രമാറ്റിക് റീ എനാക്ട്മെൻറ്റ്സ് ഓഫ് ഹിസ്റ്റോറിക് സ്പീച്ചസ് ആൻഡ് ഇൻറ്റൻസ് ഡെലിബറേഷൻസ് എമംഗ് കീ ലീഡേഴ്സ് ലൈക്ക് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അവരുടെയൊക്കെ മെയിനായിട്ടുള്ള സ്പീച്ചുകളൊക്കെ അതിനകത്ത് റീ എനാക്ട് ചെയ്തിട്ടുണ്ട്. ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആൻഡ് ദ ചാലഞ്ചസ് ഓഫ് യുണൈറ്റിംഗ് എ ഡൈവേഴ്സ് നേഷൻ ആർ പോർട്രേഡ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഡെപ്ത്. അതിനകത്ത് കറക്റ്റായിട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, പല പൊളിറ്റിക്കൽ ഐഡിയോളജികളും തമ്മിൽ നടന്നിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള നേഷനെ യുണൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് ഏതൊക്കെ രീതിയിലാണ്, അപ്പം ഉണ്ടായിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെയൊക്കെ ചരിത്ര പ്രധാനമായ ആഴത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. This episode serves as a powerful introduction to the struggles, aspirations and visions of India's founding leaders as they embarked on the historic task of shaping the nation's future. നേഷൻ്റെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഓരോ വ്യക്തികളുടെയും പവർഫുൾ ആയിട്ടുള്ള ഓരോ പേഴ്സണാലിറ്റീസിൻ്റെയും സ്ട്രഗിൾസും ആസ്പിറേഷൻസും ഒക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോർട്രേ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. താങ്ക്